വരും. അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പം മിസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് എക്സ്പ്ലെയിൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ആസ്തെറ്റിക്സ് ആണ് വന്നത്, അത് കഴിഞ്ഞു. നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കഴിഞ്ഞു, ഡെഫിനേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അതായത് ഇന്ത്യയിൽ ഇന്ത്യയിൽ പണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള പിന്നെ കാവ്യങ്ങളെ പറ്റിയും അതിൽ എഴുതിയപ്പെട്ട ഇതിഹാസങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് പണ്ട് മുതലേ അറിയാം. അതിനെപ്പറ്റി പഠിക്കുന്നത് പഠിച്ചതുമാണ്. നമ്മൾ കുഞ്ഞിലെ തന്നെ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. പണ്ട് മുതൽ രചിക്കപ്പെട്ട കാവ്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചതാണ്. ദെൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ കൂടുതൽ നിങ്ങൾ പരിചയപ്പെടേണ്ടത് കുറച്ച് കാര്യങ്ങൾ. ഭാഷയെപ്പറ്റി നിങ്ങൾ പരിചയപ്പെടണം. ഭവഭൂതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഭവഭൂതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഉള്ള ആളായിരുന്നു നമ്മളെ കാളിദാസ എന്ന് പറഞ്ഞ ആളും. സൂദ്രക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സൂദ്രക SOODRAKA സൂദ്രക. അതേപോലെ തന്നെ ഭവഭൂതി, ദെൻ കാളിദാസ, ഭാസ, അങ്ങനെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഓക്കെ, ഈ 4 റൈറ്റേഴ്സ്, അതായത് പ്രധാനമായും ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിലെ റൈറ്റേഴ്സിനെ പറ്റി നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ ആളാണ് ഭാസ, ദെൻ സൂദ്രക, ഭവഭൂതി ആൻഡ് കാളിദാസ. അപ്പോൾ ഇത്രയും 4 റൈറ്റേഴ്സാണ് പ്രധാനമായും നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ നമ്മൾ പരിചയപ്പെടേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ. അതായത് ഈ ഒരു BA ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ കാണാപ്പാടം പഠിക്കാൻ പാടില്ല. ജസ്റ്റ് മനസ്സിലേക്ക് ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഭാരതത്തിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ അല്ലേ, നമ്മളെ ഇന്ത്യക്കാരല്ലേ, നമുക്ക് അഭിമാനമാണ് നമുക്ക് മറ്റുള്ള സംസ്കാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അഭിമാനമാണ്. ഗ്രീക്ക് സംസ്കാരമൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് അഭിമാനമാണ്. എന്ത്, നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇങ്ങനെ നല്ല നല്ല രചയിതാക്കൾ നമ്മളിവിടെ ജീവിച്ചിരുന്നു എനിക്ക് പറയാം. അപ്പം നമ്മൾ 4 പേരെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അങ്ങനെയുള്ള 4 പേരാണ് ഭാസ ആൻഡ് സൂദ്രക, ഭവഭൂതി ആൻഡ് കാളിദാസ. ഓക്കെ, അപ്പം നമ്മൾ നോട്ട് എഴുതാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. മിസ് പറയുന്നത് ആദ്യം കേൾക്കുന്നതിന് നോട്ട് ഫസ്റ്റ് മുതൽ നമുക്ക് തുടങ്ങാം. ഭാസ, ഇത് മിസ് നിങ്ങൾ മുന്നിലുണ്ടായിരുന്ന മിസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പറയായിരുന്നു ആരാണ് ആ 4 റൈറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ. പക്ഷേ മനസ്സിൽ മിസ് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നണം ആരായിരുന്നു പ്രധാനമായും ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റേഴ്സിലെ പ്രധാനമായും 4 റൈറ്റേഴ്സ് ആയിരുന്നു ഭാസ, സൂദ്രക, കാളിദാസ ആൻഡ് ഭവഭൂതി. മറന്നു പോകരുത് 4 പേര് കേട്ടോ. ദെൻ അവരാണ് ഇന്ത്യൻ ക്ലാസിക്കൽ പ്രധാനമായും നമ്മൾ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കാളിദാസ് ഇമ്പോർട്ടൻ്റ്. അദ്ദേഹം ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതായത് കാളിദാസ്. അപ്പോൾ നമ്മളിനി നോട്ട് എഴുതാൻ തുടങ്ങുമ്പം നമ്മൾ തുടങ്ങേണ്ടത് എന്താണ്, ചോദ്യം, റൈറ്റിങ്സ്, എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക, ചോദ്യം എഴുതുക. അതായത് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ എഴുതാൻ തുടങ്ങേണ്ടത് കാളിദാസ ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ, ഫുൾ സ്റ്റോപ്പ്. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇൻക്ലൂഡഡ് സാൻസ്ക്രിറ്റ് ഡ്രാമ, ഭാസ, സൂദ്രക, ഭവഭൂതി ആൻഡ് കാളിദാസ, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇത്രയും ആ നോട്ട് മിസ് ജസ്റ്റ് പറഞ്ഞ് എഴുതിയെടുക്കുക കേട്ടോ. കാളിദാസ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ അവർ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഫുൾ സ്റ്റോപ്പ്. കാളിദാസ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇൻ അവർ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഫുൾ സ്റ്റോപ്പ്. ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇൻക്ലൂഡഡ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. അത് നേരെ എഴുതി പോകാൻ പാടില്ല, നിങ്ങൾ താഴെ എഴുതി വരണം കേട്ടോ. ABC എന്ന് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ ചില ട്രിക്സൊക്കെ നമുക്ക് വേണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആസ്തെറ്റിക്സ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു മിസ്. അണ്ടർലൈൻ ചെയ്യാൻ ഡെഫിനീഷൻ പറഞ്ഞല്ലോ, അത് അണ്ടർലൈൻ ചെയ്താൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ രസസൂത്ര ഫോർമുല പറഞ്ഞില്ല മിസ്, ഒരു 2 വേർഡ് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഭാവാന്ന് തുടങ്ങുന്ന 2 വരി ഇൻവെർട്ടർ കോമൻറ്റ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞല്ലോ. അങ്ങനെ ജസ്റ്റ് ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. പോയിന്റ്സ് മാത്രമേ നമ്മൾ കവർ ചെയ്ത് പോകുന്നുള്ളൂ, അല്ലാതെ വിശാലമായിട്ട് നമ്മൾ കഥകളൊന്നും കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നേരത്തെ മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നാണ് നമ്മളെ ചോദ്യം. അതിന് ആൻസർ നിങ്ങൾ എഴുതേണ്ടത് കാളിദാസ ഈസ് ഇമ്പോർട്ടൻറ്റ് വൺ ഇൻ അവർ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ, ഫുൾ സ്റ്റോപ്പ്. ദെൻ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇൻക്ലൂഡഡ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ, എഴുതി കോമ താഴെ ഭാസ, C താഴെ സൂദ്രക, SUDRAKA സൂദ്രക. നെക്സ്റ്റ് D ഭവഭൂതി. ഭവഭൂതിന് സ്പെൽ BHAV ഭവ, BHA ഭവ, VA ഭവഭൂതി എന്ന് എഴുതുമ്പോൾ VABHTI എന്നാട്ടോ. ഭവഭൂതി എന്ന് എഴുതുമ്പോൾ ഭവബുദ്ധി എന്ന് എഴുതുക, ഭവഭൂതി OTHI എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടും. എങ്കിലും നമ്മുടെ സിലബസിൽ പ്രകാരമുള്ള സ്പെല്ലിംഗ് ആണ് BHAVBHTI, ഭവബ്ദി എന്നാണ് വായിക്കുക. ഭവബ്ദി
ഭവഭൂതി എന്നാണ് നമ്മൾ മലയാളത്തിൽ പണ്ട് പഠിച്ചത് ഭവഭൂതി എന്നാണ് പഠിച്ചത്. എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് കാളിദാസ. ഓക്കെ, അപ്പം 1 2 3 4 5 ABCDE 5 ഈ വരെ നിങ്ങൾ എന്ത് ചെയ്ത് എങ്ങനെ എഴുതുക. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. നോട്ട് അവിടെ നിർത്തുക. ഇനി ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ കാളിദാസൻ ഏത് നൂറ്റാണ്ടിൽ, ഇനി കാളിദാസനെ പറ്റി ജസ്റ്റ് മിസ് പറഞ്ഞുതരാം. കാളിദാസൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് അദ്ദേഹം എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് പ്രത്യേകിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല. അതായത് പണ്ട് 2nd സെഞ്ച്വറി സമയത്ത്, അതായത് പണ്ട് കാലത്ത് രാജാവിൻ്റെ രാജധാനിയിൽ ഒരു രാജകവിയെ രാജാവ് എന്താക്കും, അവിടെ പെർമനൻ്റ് ആയിട്ട് നിർത്തും. നമ്മളെ കഥകളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ട അറിവാണ്. ആ രാജകവിയുടെ പ്രത്യേക ജോലി എന്താണെന്ന് വെച്ചാൽ രാജാവിനെ പുകഴ്ത്തി പാടണം ആ കവി. അപ്പം നമ്മുടെ കാളിദാസനും അങ്ങനെ ഒരു രാജധാനിയിലെ കവിയായിരുന്നു. ആ രാജാവിനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ഒരു എന്താ പറയുക, നല്ലൊരു ഇൻബോൺ എന്ന് പറയാം, നല്ലൊരു കവിയായിരുന്നു നമ്മുടെ കാളിദാസൻ എന്നും ചില എഴുത്തുകളിൽ നിന്നെല്ലാം നമുക്ക് കണ്ട് എത്തിയിട്ടുണ്ടെന്ന് പറയാം. അതൊരു വിശ്വാസം, അതൊരു ചെറിയൊരു കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹം സെൻറ്റർ ഓഫ് സയൻറ്റിഫിക് എന്നറിയപ്പെടുന്ന ഉജ്ജയിനി, സെൻറ്റർ ഓഫ് സയൻറ്റിഫിക് തിയറി ഉജ്ജയിനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻറ്റർ ഓഫ് സയൻറ്റിഫിക് ലേണിംഗ് എന്നാണ് ഉജ്ജയിനിനെ പറ്റി പറയട്ടെ, 1 വേർഡാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഉജ്ജയിനിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിനൊന്നും പ്രത്യേക പ്രൂഫൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം വിക്രമാദിത്യൻ്റെ കൂടെ, വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ രാജ്യത്ത്. അങ്ങനെ വിക്രമാദിത്യൻ്റെ ആ ഒരു കാലയളവിൽ, ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കാളിദാസൻ്റെ കഥയിൽ പറയും സാധാരണക്കാരൻ്റെ കഥകൾ, സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ, അതിലൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്സിൽ പ്രധാനമായിട്ട് ജനങ്ങളിലേക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതാനുള്ള കഴിവ് നമ്മുടെ കാളിദാസനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയിലൊക്കെ അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകുന്നതും സാധാരണക്കാരുടെ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം അതായതുകൊണ്ട് കാളിയുടെ ദാസനാണ് കാളിദാസൻ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാളിദാസനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടറിവ് വെച്ച് പറയപ്പെടുന്നു എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. ശരിക്കും എവിടെയാണ് വ്യക്തമായ പ്രൂഫൊന്നും നമുക്ക് ഇതുവരെ നമ്മുടെ ഹിസ്റ്റോറിയൻസിനൊന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് മുതലാണ്, എവിടെയാണെന്ന് നമുക്ക് അറിയപ്പെട്ടിട്ടില്ല. എങ്കിലും നമ്മൾ 3-4 കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട്. കാരണം കാളിദാസൻ ഉജ്ജയിനിയിൽ, അതായത് സെൻറ്റർ ഓഫ് സയൻറ്റിഫിക് തിയറി എന്ന് പറഞ്ഞല്ലോ, അതായത് ഉജ്ജയിനിൽ അദ്ദേഹം ജീവിച്ചിരുന്നു പറയപ്പെടുന്നുണ്ട്. കാളിയുടെ ദാസനാണ്, അതാണ് അദ്ദേഹത്തെ കാളിദാസൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം വിക്രമാദിത്യൻ്റെ കൂടെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം രാജധാനിയിൽ രാജകവിയായിട്ട് ആ ഒരു നിർദ്ദിഷ്ട സ്ഥാനം ഉണ്ടാവും. ഒരു രാജകൊട്ടാരത്തിൽ രാജകവിക്ക് ഒരു സ്ഥാനം ഉണ്ടാവും. രാജകവിയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ രാജാവിനെ വാഴ്ത്തിപ്പാടുന്ന, അതായത് കവിതകൾ ഉണ്ടാക്കി പാടുക, രാജാവിനെ മെയിനായിട്ട് രാജാവിനെ പുകഴ്ത്തി പറയുന്ന കവി. അങ്ങനെ ഒരു സ്ഥാനം പണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥാനത്തും നമ്മുടെ കാളിദാസൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമോ സെഞ്ച്വറിയോ ഒന്നും വ്യക്തമായിട്ട് പ്രൂഫൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് കാളിദാസൻ്റെ വർക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നോട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കാളിദാസനെ പറ്റി നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദർ ഇസ് എ 7 വർക്ക് ഇൻ മലയാളം റിട്ടൺ ബൈ കാളിദാസ. പ്രധാനമായും 7 വർക്കുകളാണ്. വർക്ക് മീൻസ് അദ്ദേഹം രചിക്കപ്പെട്ട് അദ്ദേഹം ചെയ്ത പ്രധാനമായും 7 വർക്കുകളാണ് നമ്മുടെ മലയാളത്തിലുള്ളത്. പ്രധാനമായും അതിൽ 3 ലിറിക്കൽ പോയംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മിസ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.